ഗുണം ചെയ്യാനും നോക്കുന്നില്ലെങ്കിൽ ദോഷം ചെയ്യാതിരിക്കേ. ഇന്നലെ ഓർപ്പിച്ചല്ലോ, 2 വശം കിട്ടിയതല്ലേ ദാവീദിനെ, ശൗലിനെ ദാവീദിന്റെ കൈ. 2-ാം വട്ടം അദുല്ലാം കുയിലിരിക്കുക, കാൽമടക്കത്തിന് കേട്ടോ യഹോവ പറഞ്ഞ് വെട്ടിയാക്കാൻ പറഞ്ഞു. അവർ തൊട്ടു പോകരുത്, അവന്റെ അഭിഷിക്തനാ, തൊടരുത്. അഭിഷക്തനാന്ന് ദാവീദ് പറയുമ്പോഴും പുള്ളിയുടെ അഭിഷേകം എല്ലാം പോയി നിൽക്കുക, നൊരയും പതയും ചാടി നിൽക്കുക, ദുരാത്മബാധിതനായി. എന്നാലും പുള്ളി പറഞ്ഞത് അഭിഷിക്തനായി, തൊടരുത്. പിന്നെ ദാവീദ് ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം, അതും വൈരാഗ്യത്തിന് മുറിച്ചതല്ല, തെളിവിനാ. നാളെ ഒരു അവസരത്തിൽ നിന്നെ എൻ്റെ കൈ കിട്ടിയതാന്ന് പറയുമ്പോൾ ഇവൻ ഏക്കത്തില്ല. അപ്പോൾ ഒരു ചെറിയ തെളിവ്, എടാ അന്ന് മുറിച്ചതാ വസ്ത്രത്തിന്റെ അഗ്രമാണ്. നമ്മളന്ന് സെന്റർ നോക്കി മുറിച്ചേനും, നമ്മുടെ കൈ പരുവത്തിന് കിട്ടുന്നതല്ലേ. പിറ്റേന്ന് ശൗല് വസ്ത്രം എടുത്ത് ഇങ്ങനെ ഇടുമ്പം ഇത്രയും പറ്റത്തുകൊണ്ട് നമ്മൾ മാറുന്നവിടെ എന്നോട് കളിച്ചാൽ അഗ്രമേ മുറിച്ചുള്ളൂ. അടുത്ത് എനിക്ക് അതല്ല വിഷയം. അടുത്ത പദം നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, എന്നിട്ട് തന്നെ ദാവീദ് തന്റെ മനസ്സാക്ഷി കുത്തി തുടങ്ങി. വൈരാഗ്യത്തിന് മുറിച്ചതല്ല, ചതയ്ക്കാൻ മുറിച്ചതല്ല, തകർക്കാൻ മുറിച്ചതല്ല, തെളിവിന് മുറിച്ചതാ. എന്നിട്ട് തന്നെ മനസ്സാക്ഷി, ഇങ്ങനത്തെ ഒരു മനസ്സാക്ഷി കൊണ്ട് നീ രക്ഷപ്പെടും. അപ്പൊ ദാവീദ് ദൈവാലയം പണിയുവാൻ അത്യാർത്ഥി പൊട്ടെങ്കിലും തമ്പുരാൻ പറഞ്ഞ് പണിയണ്ട, നിന്റെ കയ്യിൽ രക്തക്കറയാ, നീ കത്തെഴുതിയാനാ, നീ ഊരിയാവിന്റെ ഭാര്യയെ ചതിച്ചതാ, പാടില്ല. അടഭാഗം വിസ്തരിക്കുന്നില്ല, എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ശലോം ആലയം പണിയാൻ ഒരുങ്ങി. അപ്പോൾ ആലയം പണിയാൻ ഒരുങ്ങിയപ്പോൾ തടി വേണം ആലയത്തിന്. അപ്പോൾ അപ്പന്റെ സ്നേഹിതനാകുന്ന ഹീരാമിനോട് തടി ചോദിച്ചു. ഹീരാം പറഞ്ഞു, യോ ഇഷ്ടം പോലെ തടിയുണ്ട്, കയറി വെട്ടിക്കൂ. ലെബനോൻ വനത്തിൽ നിന്നാ തടി വെട്ടിക്കൊണ്ടുവരേണ്ടത്. 2-3 എത്തിപ്പെട്ട തടികളാ ദൈവാലയത്തിന്റെ. അവിടെ ഒലിവ് വൃക്ഷമുണ്ട്, ദേവദാരു, സ്തോത്രം, ഇതിൽ ആലയത്തിന് വേണ്ടതാ. അത് ലെബനോൻ വനത്തിലാ, ഈടുറ്റ വനമാ ലെബനോൻ വനം. സിംഹവും മറ്റ് വന്യജീവികളും പതിയിരിക്കുന്ന ഹ്രംസജീവികൾ ഇരിക്കുന്ന വനം. അപ്പോൾ ഇതിനകത്ത് കയറി തടി വെട്ടിക്കെടുക്കണം. ഹീരാം പറഞ്ഞ ആവശ്യം പോലെ വെട്ടിക്കോ. അപ്പൊ ശലോമോൻ പറഞ്ഞൊരു പദമുണ്ട്, ഞങ്ങളുടെ ആൾക്കാർ മരം മുറിക്കാൻ എത്ര മുറിക്കുമ്പോഴേ മുറിയാരാ, പക്ഷേ ഒക്കത്തില്ല. സീദോന്യര് മരം മുറിക്കുവാൻ സമർത്ഥന്മാരാ. അവരെ ലെബനോൻ വനത്തിൽ കയറ്റിവിടണം. അവര് തടി വെട്ടിക്കൊണ്ടുവരട്ടെ. ഞങ്ങളുടെ ആൾക്കാർ മരം മുറിക്കാൻ അത്ര. അതിന്റെ തെളിവ് നമുക്ക് അറിയാമല്ലോ. പണ്ടെല്ലാം കൂടെ മരം മുറിക്കാൻ പോയപ്പോൾ തന്റെ ഹോടാലി ഊരി, അതാ പാങ്ങില്ല, ഊരി അങ്ങ് പോയി. ഊരണമെങ്കിൽ ഇത് ഇളകിയിരുന്നതാ. അങ്ങനെയാണല്ലോ കോടാലിയൊക്കെ കണ്ടിട്ടുള്ളവരും ചെയ്തത്. കോടാലിക്ക് ശരി നല്ലൊരു കോടാലി ഉറപ്പിക്കുന്ന പുള്ളിയുടെ കൈ കൊടുത്ത ഒറ്റ ആപ്പിനാണ് ഉറപ്പിക്കുന്നത്. അറിയാൻ മേലാത്തവൻ ചുറ്റോടി ചുറ്റും ആപ്പിടും, ആപ്പേ ഉള്ളൂ. നല്ലൊരു പണിക്കാരൻ്റെ കൊടുത്ത ഒറ്റ ആപ്പിന് ഉറപ്പിക്കും. അപ്പൊ ഈ കോടാലി ഊരാൻ കാര്യം ആപ്പ് ഇളകിയിരിക്കുകയാണ്. ഇത് രാവിലെ എടുക്കുമ്പം ആപ്പൊക്കെ ഇളകിയതാണെന്നോ വാ പോയിട്ടുണ്ടോ രാകേണ്ടതാണെന്നതൊക്കെ സൂക്ഷിച്ചോണം, ഇരുന്ന് പ്രാർത്ഥിക്കണം. അത് രാവിലെ അല്ല കോടാലി എടുത്തോണ്ട് ഓടുകയല്ല, രാവിലെ നിർപ്പാതപടത്തിലിരിക്കണം. സാർപാടില്ലയോ, ദിനമതിൻ തുടതിൽ മന്നുവേലിൻ മുഖാം പൂജം, ദിനമതിൻ തുടസത്തിൽ മനുവേലിൻ മുഖം. ദർശിച്ച നരനൊരു വെളിച്ചത്തിൻ കതിരുകൾ വിളങ്ങുമി സമയത്ത്, വെളിച്ചത്തിൻ കതിരുകൾ സമയത്ത്. ഓ വെളിച്ചമാം യഹോവയെ സ്തുതിക്കണം അവൻ. അപ്പൊ ആ രാവിലെ ദൈവമാനവിടത്തിലിരിക്കണം. എന്തിനേറെ ശ്രദ്ധിച്ചില്ല, കോടാലി എടുത്തുകൊണ്ട് ഓടി മരം വെട്ടിയപ്പോ കോടാലി ഊരി. എനിക്ക് പുള്ളിയോട് സന്തോഷം, പുള്ളി വെട്ടുടനെ നിർത്തി.
പിന്നെ അതിട്ടങ്ങ് പഴയ വെട്ടുകാരനാണെന്നും പറഞ്ഞ അപ്പുള്ളി ഉടനെ കോടാലി പോയപ്പോഴേ വെട്ട് നിർത്തിയേച്ച് പറഞ്ഞ് യജമാനെ കോടാലി ഒരു വെള്ളത്തിൽ പോയി വായ്പ വാങ്ങിയതാ. പിന്നെ അത് കോടാലി എടുത്ത മാർഗമൊക്കെ ഉണ്ട്. അപ്പം ഇത് പെട്ടാൻ അത്ര വശമില്ല ഇവര്. ചിലർ 10 കൊല്ലം പ്രവചനം കിട്ടുന്ന ഒരു പ്രായമുള്ള തള്ളി ഒരു വല്യപ്പനും അതിനകത്ത് സ്തോത്രം പറയാനും അല്ല, അതിനെഴുന്നേറ്റ് അടക്കാനും അവർ വേണ്ടെന്നല്ല, അവരും വരട്ടെ. എന്തും വീണ്ടും ആത്മാക്കളാ കിടക്കുന്നത്. ഇഷ്ടം പോലല്ലേ, ദേശം വിശാലമല്ലേ. അപ്പൊ ശലോമ പറഞ്ഞു ഞങ്ങളുടെ ആൾക്കാരെ പോരാ, അതുകൊണ്ട് സീദോന്റെ മരം മുറിക്കാൻ സമർത്ഥന്മാരാകയാൽ കയറി വെട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വിവരിക്കുന്നില്ല, വിഷയത്തിൽ വരണം. സീദോനിലേക്ക് ഏറ്റുവിട്ടു. അവർ ലെബനോൻ മരത്തിലോട്ട് കയറി തടി വെട്ടും. നല്ല തടി വെട്ടുമ്പോൾ അതിൻ്റെ രീതികളുണ്ട്. ചെന്നാണ് മരം മുറിച്ച് താഴെ ഇടുകയല്ല. മരം വെട്ടുകാരെ കണ്ടിട്ടുള്ളവർക്കും പഠിച്ചിട്ടുള്ളവർക്കും അറിയാം. നല്ലൊരു മരം വെട്ടുകാരൻ ചെന്നാണ് മരത്തിൻ്റെ പാങ്ങും ഒക്കെ ഒന്ന് നോക്കും. നോക്കിയാച്ചാൽ അതിൻ്റെ പൊക്കവും വലിപ്പവും മണ്ണും ഒക്കെ നോക്കിയാച്ചാൽ പിന്നെ ചെറിയ ചെറിയ കമ്പും ഇതുമൊക്കെ ഉണ്ട്. അതല്ല ചെറിയ കൈക്കോടാലിയുണ്ട്. അല്ല എന്നാണ് മുഴുവൻ വലിയ കോടാലിക്ക് താങ്ങല്ല. ചെറിയ കൈക്കോടാലിക്ക് അതെല്ലാം വെട്ടി കോതി മാറ്റി പിന്നെ വട വിട്ട് കൊടുത്ത് മേളിൽ കയറി അതിൻ്റെ ശകരമെല്ലാം ഇറക്കും. ശകരം ഇറക്കുന്നതിന് മുന്നേ വള്ളിയുണ്ട്. വലിയ മരത്തിനൊക്കെ വള്ളി വേറെ മരത്തിലോട്ട് കയറി പണഞ്ഞു കിടക്കും. കാട്ടുവള്ളികളെ ആ വള്ളി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പണഞ്ഞു കിടക്കും. ചെന്നാണ് മരം വെട്ടിക്കഴിഞ്ഞാൽ വള്ളി പോകാത്തത് കൊണ്ട് വള്ളിയെ കിടന്നിങ്ങനെ ആടും. അതാ ഇപ്പോൾ അവിടെ തന്നെ രക്ഷിക്കപ്പെട്ടിട്ട് അവിടെ തന്നെ കിടന്ന് ആടുക. വള്ളി മുറിച്ചില്ലല്ലോ. കുടുംബബന്ധത്തിന്റെ വള്ളി, പാരമ്പര്യത്തിന്റെ വള്ളി, പൗരോഹിത്യത്തിന്റെ വള്ളി. സ്തോത്രം. അങ്ങനെ ഒത്തിരി വള്ളികളുണ്ട്. അപ്പം ആദ്യം ആ വള്ളിയല്ല, വള്ളി മുറിക്കാത്ത ഇപ്പോൾ അവിടെ നമ്മൾ രക്ഷിക്കപ്പെട്ട് പിന്നെ ഇപ്പോൾ എവിടെ കിടന്ന് തന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് അവിടെ ഉണ്ടെന്നാ പറയുന്നത്. വള്ളിയെല്ലാം ഇറക്കി ചില കമ്പ് വേറെ മരവുമായിട്ട് പിണഞ്ഞ് കയറും. അതും വെട്ടി ഇറക്കണം. ഒക്കെ സമയമെടുക്കും. ഒക്കെ വെട്ടി ഉതച്ചിറക്കി മുറിയിട്ട് ഒക്കെ പരുവത്തിനാക്കി വടവിട്ട് വക്കിട്ട് പിടിച്ച് അത് ദൂരെ ഒരു മരത്തിലോട്ടോ അല്ലെങ്കിൽ കരുത്തുള്ള ആൾക്കാരുടെ കയ്യിലോട്ട് അതിൻ്റെ വടത്തിൻ്റെ അറ്റം കൊടുത്ത് താഴോട്ടിറങ്ങി അതിൻ്റെ ഭാഗത്തോട്ട് വീടിൻ്റെതൊക്കെ നോക്കി അതിനെ പാത്തി വെച്ച് സ്തോത്രം ഒടുവില സൂക്ഷ ഉന്നം വെക്കുന്നിടത്ത് വന്ന് വീഴും. ഇത് ദൈവാലയത്തിന് വേണ്ടിയാ. അതുകൊണ്ടാണ് ഈ ചെയ്ത്തെല്ലാം ചെയ്യുന്നേ. അപ്പോൾ അത് വെട്ടി മറച്ചിട്ടാൽ ഉടനെ തടിയെടുത്തങ്ങ് പണിയല്ല. പിന്നെ അവിടെ ഇട്ടത് ഇതിൻ്റെ തൊലി ഉരിക്കണം. തൊലി ഒരുമാതിരി പെറ്റിനെ ഒന്നും തൊലി ഉരിച്ചിട്ടില്ല. തൊലി ഉരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ നല്ല കോടാലിക്ക് ചെത്തും, അതല്ലെങ്കിൽ അടിക്കുമ്പോൾ ഇളകുവേ അത് ഒരു ചുരിച്ചിഞ്ഞെടുക്കും. നല്ലതുപോലെ തൊലി ഉരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരിപ്പെട്ട കളറില്ല, ഒരേ കളറാണ്. നമുക്കിതുവരെ ആരും ഉരിച്ചിട്ടുമില്ല. ഇനി നമ്മൾ ഉരിയാനോട്ട് സമ്മതിക്ക്. അത് തൊലിയെല്ലാം ഉരിച്ച് അത് പിന്നെ വക്കിട്ട് ഏലസായൊക്കെ പറഞ്ഞ് മേളിൽ കിടക്കുന്ന തടിയാ അങ്ങ് ഒന്നേല ആ വലിച്ചിഞ്ഞ് കൊണ്ടുവന്ന് നദിയിലോട്ട് ഇറക്കണം. സ്നാനപ്പെടണമെന്നായി പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം. ദൈവാലയത്തിന്റെ തടിയാകണമെങ്കിൽ, ഉപകരണമാകണമെങ്കിൽ വെള്ളത്തിലിറങ്ങണം. അത് പിടിച്ച് വക്കിട്ട് പിടിച്ച് സമുദ്രത്തിലോട്ട് കൊണ്ടുപോയി അത് വള്ളിയിട്ട് കെട്ടി ചെങ്ങാടമാക്കി ഊന്നി ആ നല്ല ഊന്നുമ്പോ ഇത് മുങ്ങി പൊങ്ങിയായി പോകുന്നത്. സ്നാനമോ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്ക.